വി മുരളീധരന് ജ്യോതി മൽഹോത്രയെ അറിയാം. ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബ് ബ്ലോഗർ ജ്യോതി മൽഹോത്ര വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനൊപ്പം പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും യാത്രയിൽ മുരളീധരനൊപ്പം ഉണ്ടായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ട്രാവൽ വിത്ത് ജോ എന്ന അവരുടെ ലോഗിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇടതുപക്ഷം ഇത് പ്രചരിപ്പിച്ചതോടെ വിവാദത്തിൽ തന്റെ പേര് വലിച്ചിഴക്കരുതെന്ന വിഷയത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് രക്ഷപ്പെടാനെന്നും താൻ ക്ഷണിച്ചിട്ടല്ല അവർ വന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വി മുരളീധരന് ജ്യോതി മൽഹോത്രയെ അറിയാമെന്നാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ ആരോപണം. ജ്യോതി മൽഹോത്രയെ ഡൽഹിയിൽ നിന്ന് രണ്ടാം വന്ദേഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം വിമാനത്താവളം പോലുമില്ലാത്ത കാസർഗോഡ് എത്തിച്ചതാരാണെന്ന് സന്ദീപ് വാര്യർ ചോദിക്കുന്നു. ഇപ്പോൾ കേരള BJPയിലെ ശമ്പളം പറ്റുന്ന മാധ്യമവിഭാഗം മേധാവി ജ്യോതി മൽഹോത്രയെ മന്ത്രിയുടെ PR വർക്കിന് വേണ്ടി അസൈൻ ചെയ്തതല്ലേ എന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നു. വി മുരളീധരന് ജ്യോതി മൽഹോത്രയെ അറിയാമെന്നും നിങ്ങൾ എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തുവരുമെന്നും സന്ദീപ് പറയുന്നു. പാകിസ്ഥാൻ ചാരിയായ ജ്യോതി മൽഹോത്ര കേരള ടൂറിസം വകുപ്പിന്റെ ക്ഷണമനുസരിച്ച് വരുന്നത് 2024 ജനുവരിക്ക് ശേഷം മാത്രമാണ്. എന്നാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജ്യോതി യാത്ര ചെയ്തത് 2023 സെപ്റ്റംബറിലായിരുന്നു. അത് കേരളത്തിന് അനുവദിച്ച രണ്ടാമത്തെ വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയിലായിരുന്നു. യാത്രയ്ക്കിടെ വന്ദേഭാരതിനെ കുറിച്ചുള്ള അഭിപ്രായം ജ്യോതി മൽഹോത്ര വി മുരളീധരനോട് ആരായുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ജ്യോതി മൽഹോത്രയെ കേരളത്തിലെ രണ്ടാം വന്ദേഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം വിമാനത്താവളം പോലുമില്ലാത്ത കാസർഗോഡ് എത്തിച്ചതാരാണെന്ന് മറുപടി പറയേണ്ടത് വി മുരളീധരനാണ്. ജ്യോതിയുടെ വിദേശയാത്രകൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും സന്ദീപ് ചോദിച്ചു. കഴിഞ്ഞ ദിവസവും ഈ വിഷയത്തിൽ സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. വന്ദേഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയ്ക്കുള്ള പാസുകൾ BJP ഓഫീസിൽ നിന്നാണ് നേരിട്ട് വിതരണം ചെയ്തതെന്നും ജ്യോതി മൽഹോത്രയ്ക്ക് ആരാണ് വന്ദേഭാരത് പാസ് നൽകിയതെന്ന് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു.